ഹേയ് ഗേസ് എല്ലാവർക്കും ന്യൂസിലാൻഡ് മലയാളി കപ്പിളിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ന്യൂസിലാൻഡിലെ ഒരു അക്വാട്ടിക് സെന്റർ ആണ്. ആദ്യമേ തന്നെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. നിങ്ങൾക്കും ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും. ആദ്യമേ തന്നെ നമ്മൾ എത്തിപ്പെടുന്നത് ഇവിടെ പ്രാചീന രീതിയിലുള്ള ജീവിത രീതികൾ കാണുന്ന സ്ഥലത്താണ്. ആദ്യമേ തന്നെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പഴയ കിച്ചണുകൾ, തീൻമേശകൾ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, കട്ടിലുകൾ എന്നിവയാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇവരുടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങൾ, പ്രിന്റിംഗ് പ്രസ്സുകൾ, തയ്യൽ മെഷീൻ എന്നിവ കാണുന്നവയാണ്. ഇനിയാണ് ഇവരുടെ യഥാർത്ഥ എൻട്രൻസ് വരുന്നത്. ഇതാണ് അക്വാട്ടിക് സെന്ററിന്റെ യഥാർത്ഥ എൻട്രൻസ്. നമ്മൾ ഇവിടെ പോകുമ്പോൾ ആദ്യമേ തന്നെ കാണുന്നത് പെൻഗിനുകളെയാണ്. അവ നമ്മളെ നല്ല രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കും. അവർ ഇവിടെ യഥേഷ്ടം നീന്തി തുടിക്കുന്നുണ്ട്. പെൻഗിനുകളെ കണ്ട കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കുട്ടികളെ പെൻഗിനുകൾക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. കാരണം എൻ്റെ കൊച്ചിനെ പെൻഗിനുകൾ ഇവിടെ വളരെ എന്റർടൈൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കും വളരെ ഇഷ്ടമായി. ഇതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പതിയെ നടന്നു നീങ്ങി. നടന്നു നീങ്ങിയെങ്കിലും ഞങ്ങൾ എത്തിപ്പെട്ടത് പെൻഗ്വിനുകളുടെ അടുത്തേക്ക് തന്നെയാണ്. ഇതും ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. കാരണം ഇവർ മഞ്ഞയിൽ ഓടിക്കളിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. അവരുടേതായ നിൽപ്പുകളും രീതികളും നല്ല രസമുണ്ട് കാണുന്നതിനായി. അവിടെ നിന്നും ഞങ്ങൾ നടന്നു നീങ്ങുന്നത് പുതിയ സ്ഥലത്തേക്കാണ്. അവിടെ വരുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നതോ വലിയ വലിയ മത്സ്യങ്ങളുടെ, സ്രാവുകളുടെയും തിമിംഗലത്തിന്റെയും ബോൺസും ഫിൻസുമാണ്. നിങ്ങൾക്കും ഇവിടെ കാണാം. അടുത്തതായി പോകുന്നത് ജെല്ലി ഫിഷുകളുടെ ഏരിയയിലേക്കാണ്. ജെല്ലി ഫിഷുകളെ പല കളറുകളിലും പല സൈസുകളിലും ഉള്ളവയെ ഡിഫറൻ്റായി ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അവയെ കാണാം. ഓരോ കളറും നല്ല അട്രാക്റ്റീവ് ആണ്. പിങ്ക്, ഓറഞ്ച്, ബ്ലൂ എന്നീ ഡിഫറൻറ്റ് കളറുകൾ നമ്മളിവിടെ കാണും. ഇവയെല്ലാം നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നവയാണ്. എനിക്ക് ഇവയെല്ലാം ഇഷ്ടപ്പെട്ടു. ഇതിനുശേഷം നമ്മൾ നടന്നു നീങ്ങിയപ്പോൾ ഇവിടെ കടലിന്റെ അടുത്ത് തങ്ങിയിരിക്കുന്ന ഒരു കഫേ കണ്ടു. അതും നല്ല രസമുണ്ട്. അതിനുശേഷം ആമകളും ഈലുകളും നിറയെ മത്സ്യങ്ങളും നിറഞ്ഞ ഒരു ചെറിയൊരു വാട്ടർ ടാങ്ക് കണ്ടു. പക്ഷേ ഇതൊന്നുമല്ല ഇവരുടെ അട്രാക്റ്റീവ് പോയിന്റ്. ഇവരുടെ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് യെസ് ഇത് തന്നെയാണ് ഷാർക്ക് സോൺ. ഇവിടെ ഷാർക്കുകൾ തന്നെയാണ് മെയിൻ. അതാ അവൻ അവിടെ നീന്തി തുടിക്കുന്നുണ്ട്. ഇവയെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പമുള്ളവയും ഇവയ്ക്ക് സമുദ്രത്തിന്റെ അടിയിലെ പോലെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ഇവർ ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞ ദൃശ്യം ദാ ഇതാണ്. അവ എപ്പോഴാണോ വായ തുറക്കുന്നത് അതാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. കാരണം അവ റയർ ആയിട്ടേ വായ തുറക്കൂ എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ഭാഗ്യത്തിന് അത് കാണാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ എത്തിപ്പെട്ടത് ജെല്ലി ഫിഷിന്റെ ഏരിയയിലാണ്. ജെല്ലി ഫിഷിനെ കാണാനൊക്കെ നല്ല രസമുണ്ടെങ്കിലും അവർ പറഞ്ഞു തൊട്ട് നോക്കിക്കോളാൻ. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കൈയെടുത്തു. അപ്പോഴാണ് കൊച്ചിനൊന്ന് തൊട്ട് നോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ വലിയൊരു ജെല്ലി ഫിഷിനെ തന്നെ തൊട്ട് നോക്കി. ഇങ്ങനത്തെയൊക്കെ നല്ലൊരു അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂടിക്കോളൂ.